ഒരേ സമയം ദൈവത്തിന്റെ സിംഹമെന്നും ജ്ഞാനത്തിന്റെ കവാടമെന്നും ഒരാളെ വിളിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഹൃദയമായ വിശുദ്ധ കാബയ്ക്കുള്ളിൽ ജനിച്ച ലോകത്തിലെ ഒരേയൊരാൾ. വരൂ, നമുക്ക് ഇമാം അലിയുടെ ആ അവിശ്വസനീയമായ ജീവിതത്തിലേക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാം. ഈയൊരു വാചകം മാത്രം മതി, അല്ലേ? പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടാളിയെക്കുറിച്ച് പറഞ്ഞ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇതൊരു വെറും പുകഴ്ത്തലല്ല, മറിച്ച് ഇമാം അലി എന്ന വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ്. അപ്പൊ നമുക്ക് ആ കവാടത്തിലൂടെ ഒന്ന് കയറി നോക്കാം. ഏതൊരു മഹത് വ്യക്തിയുടെയും കഥ തുടങ്ങുന്നത് അവരുടെ ജനനത്തിൽ നിന്നാണല്ലോ. പക്ഷെ ഇങ്ങനെയൊരു തുടക്കം, ഇത് ലോകചരിത്രത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ല. ഇസ്ലാമിന്റെ കേന്ദ്രബിന്ദുവായ കാബയുടെ ഉള്ളിൽ വെച്ചുള്ള ഒരു ജനനം. നമുക്ക് ആ നിമിഷത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ അമ്മ ഫാത്തിമ ബിന്ത് അസഡ് പ്രസവവേദനയാൽ കാബയുടെ ചുവരിൽ ചാരി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ആ കരിങ്കൽ ഭിത്തി ഒരു വാതിൽ പോലെ പിളരുന്നു. അതൊരു അടയാളമായിരുന്നു. അവരകത്തേക്ക് കയറി ആ ഭിത്തി പഴയതുപോലെ അടഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ കൈകളിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോ ആ അത്ഭുതകരമായ ജനനത്തോടെ തീർന്നില്ല കാര്യങ്ങള്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം രൂപപ്പെട്ടത്. കാരണം അലി വളർന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ കൺമുന്നിൽ, സ്വന്തം മകനെപ്പോലെ തന്നെയായിരുന്നു. ഈയൊരു ബന്ധമാണ് അലിയുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറ. ഇതിന്റെ ഒരു സ്വാധീനം എന്താണെന്ന് വെച്ചാൽ, അലി വെറുമൊരു വിദ്യാർത്ഥിയായിരുന്നില്ല. അദ്ദേഹം പ്രവാചകന്റെ ഒരു കണ്ണാടി പോലെയായിരുന്നു. പ്രവാചകന്റെ ധീരത, അദ്ദേഹത്തിന്റെ ജ്ഞാനം, അദ്ദേഹത്തിന്റെ കരുണ, ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞുമാണ് അലി വളർന്നത്. പ്രവാചകനിൽ കണ്ടതെല്ലാം അലിയിലും പ്രതിഫലിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ നടന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ തന്റെ അടുത്ത ബന്ധുക്കളെയെല്ലാം ഒരുമിച്ചു കൂട്ടി ചോദിച്ചു, എന്റെ ഈ ദൗത്യത്തിൽ ആരാണ് എന്നെ സഹായിക്കാനുണ്ടാവുക? അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവരെല്ലാം നിശ്ശബ്ദരായി. അപ്പോ മുന്നോട്ടു വന്നത് ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു, അലി. ആ നിമിഷം പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഭാവി പ്രഖ്യാപിച്ചു. ഓഹ് അലി, നീ എന്റെ സഹോദരനും എന്റെ പിൻഡാമിയുമാണ്. ജ്ഞാനത്തിന്റെ കവാടം എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി ആ പേരിന്റെ മറ്റേ ഭാഗത്തേക്ക് വരാം. ദൈവത്തിന്റെ സിംഹം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ ധീരതയുടെ ചില ഏടുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു രാത്രിയിലേക്കാണ്. ഹിജ്റയുടെ രാത്രി. പ്രവാചകന്റെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അവരുടെയെല്ലാം വാളുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ വധിക്കുക, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത അവസ്ഥ. ഈയൊരു സാഹചര്യത്തിലാണ് അലി മുന്നോട്ടു വരുന്നത്. പ്രവാചകൻ സുരക്ഷിതനായി രക്ഷപ്പെടുന്നു. പകരം ആ കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടന്നത് അലിയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. എപ്പോൾ വേണമെങ്കിലും വാളുകളുമായി ശത്രുക്കൾ അകത്തേക്ക് ഇരച്ചു കയറാം. മരണമുറപ്പാണ്. എന്നിട്ടും സ്വന്തം ജീവൻ പണയം വെച്ച് അദ്ദേഹം അവിടെ കിടന്നു. അലിയുടെ ആ ത്യാഗം അത് വെറുതെയായില്ല. അത് ആകാശത്തുവരെ എത്തി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ദൈവം തന്നെ ഈ വാക്യം അവതരിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രീതിക്കുവേണ്ടി സ്വന്തം ജീവൻ പോലും വിൽക്കാൻ തയ്യാറാവുന്നവരെപ്പറ്റി. ആ രാത്രിയിലെ ത്യാഗത്തിന് ലഭിച്ച ഒരു ദൈവീക അംഗീകാരമായിരുന്നു അത്. ഇനി വേറൊരു സംഭവം, ഖൈബർ യുദ്ധം. ദിവസങ്ങളായി മുസ്ലിം സൈന്യം ഒരു വലിയ കോട്ടയ്ക്കു മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. പ്രമുഖരായ പല സൈന്യാധിപന്മാരും ആ കോട്ട പിടിച്ചടക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാരും പരാജയപ്പെട്ടു മടങ്ങി. സൈന്യത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നു. സൈന്യം മുഴുവൻ നിരാശരായിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു, ആരായിരിക്കും ആ ഭാഗ്യവാനെന്ന്. അടുത്ത ദിവസം പ്രവാചകൻ വിളിച്ചത് കണ്ണിന് അസുഖം ബാധിച്ച് മാറി നിന്ന അലിയെയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തി സൈന്യത്തിന്റെ പതാക കയ്യിൽ കൊടുത്തു. പിന്നെ നടന്നത് ചരിത്രമാണ്. അലി ആ യുദ്ധം നയിക്കുകയും നിർണായക വിജയം നേടുകയും ചെയ്തു. അപ്പോ യുദ്ധകളത്തിലെ ആ സിംഹത്തെ നമ്മൾ കണ്ടു. പക്ഷെ ആ വാളും പരിചയം താഴെ വയ്ക്കുമ്പോൾ അലി ആരായിരുന്നു? അധികാരം കയ്യിലുണ്ടായിട്ടും അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? നമുക്ക് നോക്കാം. ഒന്ന് നോക്കൂ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. എന്നിട്ടും സ്വന്തം ചെരുപ്പ് തുന്നുന്നു, വസ്ത്രങ്ങൾ സ്വയം കഴുകുന്നു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവൻ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കുന്നു. എന്തിനായിരുന്നു ഇത്രയും ലാളിത്യം? കാരണം അദ്ദേഹത്തിന് അധികാരം എന്നതൊരു പദവിയായിരുന്നില്ല, അതൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. ജനങ്ങളെപ്പോലെ ജീവിച്ചാലേ അവരുടെ വിഷമം മനസ്സിലാവൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ലാളിത്യമെല്ലാം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ?
ദൈവത്തിന്റെ മുന്നിൽ താൻ ഒന്നുമല്ല എന്ന ആഴത്തിലുള്ള ബോധ്യത്തിൽ നിന്നാണ്. പറയപ്പെടുന്നത് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു അമ്പ് വലിച്ചൂരിയാൽ പോലും അറിയില്ലായിരുന്നു എന്നാണ്. അത്രത്തോളം ആഴത്തിലായിരുന്നു ആ സമർപ്പണം. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും നിർണായകമായ, പക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു കാലഘട്ടം. പ്രവാചകനേൽപ്പിച്ച നേതൃത്വം, നേരിടേണ്ടിവന്ന വെല്ലുവിളികൾ, പിന്നെ ആ ത്യാഗപൂർണമായ അന്ത്യം. പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞു മടങ്ങുന്ന വഴി ഗദീർഖും എന്ന മരുപ്പച്ചയിൽ വെച്ച് 10,000-ങ്ങളെ സാക്ഷിയാക്കി പ്രവാചകൻ അലിയുടെ കൈപിടിച്ചുയർത്തി. എന്നിട്ട് പറഞ്ഞു, താൻ ആരുടെയെല്ലാം നേതാവാണോ, ഈ അലിയും അവരുടെ എല്ലാം നേതാവാണെന്ന്. ഇതിനേക്കാൾ വ്യക്തമായി എങ്ങനെയാണൊരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ കഴിയുക? പക്ഷേ ആ പ്രഖ്യാപനമുണ്ടായിട്ടും അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ ആഭ്യന്തര കലഹങ്ങളായിരുന്നു. നീതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം ആളുകൾ തന്നെ ശത്രുക്കളായി മാറി. കാരണം നീതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. റമദാൻ മാസത്തിലെ 19-ാം രാവ്. അദ്ദേഹം പള്ളിയിൽ പ്രഭാത പ്രാർത്ഥനയിലായിരുന്നു. സുജൂദിൽ, അതായത് ദൈവത്തിനു മുന്നിൽ നെറ്റി തറയിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നൊരു വെട്ട്. വിഷം പുരട്ടിയ വാളുകൊണ്ടായിരുന്നു അത്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ 2 ദിവസത്തെ വേദനയ്ക്കു ശേഷം റമദാൻ 21-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരം ഈ ലോകം വിട്ടുപോയി. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ അവിടെ അവസാനിച്ചോ? ഇല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തിന്റെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന്റെ കഥയിലൂടെ നമുക്ക് അത് കാണാം. ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും ശത്രുക്കളുണ്ടായിരുന്ന ഒരാൾക്ക് മരിച്ചുകഴിഞ്ഞാൽ സമാധാനം കിട്ടുമോ? അദ്ദേഹത്തിന്റെ ശരീരം പോലും അപമാനിക്കപ്പെട്ടേക്കാം എന്ന് മക്കൾ ഭയന്നു. അതുകൊണ്ട് ഒരു രാത്രി ആരും കാണാതെ രഹസ്യമായി അദ്ദേഹത്തെ ഖബറടക്കി. പക്ഷെ സത്യം എത്രകാലം മൂടിവെക്കാൻ പറ്റും? വർഷങ്ങൾക്കു ശേഷം ആ രഹസ്യസ്ഥലം ലോകമറിഞ്ഞു. അന്ന് രാത്രിയുടെ ഇരുട്ടിൽ മറവ് ചെയ്ത ആ സ്ഥലം ഇന്ന് ഇറാഖിലെ നജഫ്, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചവും പ്രചോദനവും നൽകുന്ന ഒരു പുണ്യകേന്ദ്രമായി മാറി. അപ്പോ ഈ കഥയിവിടെ നിർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഒരേ സമയം ദൈവത്തിന്റെ സിംഹവും ജ്ഞാനത്തിന്റെ കവാടവും ദരിദ്രരുടെ തോഴനും നീതിയുടെ പ്രതീകവുമാകാൻ കഴിഞ്ഞ ഒരാളുടെ ജീവിതം 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ പ്രചോദിപ്പിക്കുന്നത്? ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും എന്താണ് പഠിക്കാനുള്ളത്?